അനു 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 എഴുന്നേക്ക്. എന്താ എന്തു പറ്റി? എന്താ അവര് പറഞ്ഞത്? കാര്യം എന്താന്ന് പറ മോളെ. എന്താ സംഭവിച്ചെന്നറിയാതെ ഞങ്ങളെല്ലാം വിഷമിച്ചിരിക്കുകയാണ്. ചിന്നു എന്താ പറഞ്ഞത്? പറ മോളെ. അനു പ്ലീസ്, അതെന്താണെന്ന് ഞങ്ങളും അറിയട്ടെ. അമ്മേ, ആ ഹീര അവള് വാക്ക് മാറ്റി. അയ്യോ, ചിന്നുവിനെ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിലേ 25 ലക്ഷം പോരാന്ന്. 50 ലക്ഷം രൂപ കൊടുത്താലേ ഹീര അവളെ നമുക്ക് വിട്ടുതരുമെന്ന്. $50 ലക്ഷം? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതിലെന്തോ കള്ളക്കളി ഉണ്ടെന്ന്. ഏട്ടത്തി, ഇത് ചിന്നുവിന്റെ ബുദ്ധിയാ. ചിന്നുവിന്റെ ബുദ്ധി തന്നെയാ. അവളും ഹീരയും കൂടെ ചേർന്ന് നമ്മളെല്ലാരും പറ്റിക്ക. നീ എന്ത് മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? അനു പറയുന്നത് ഞങ്ങളൊന്ന് കേക്കട്ടെ. പറ, ചിന്നു എന്താ നിന്നോട് പറഞ്ഞത്? എത്ര കഷ്ടപ്പെട്ടിട്ടാമേ നമ്മൾ 25 ലക്ഷം രൂപ ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പൊ ചിന്നു എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഹീര അവളെ വിടണമെങ്കിൽ 50 ലക്ഷം രൂപ തന്നെ കൊടുക്കണമെന്ന്. അത്രയും പൈസയായിട്ട് നമ്മൾ ഇന്ന് രാത്രി തന്നെ ചെല്ലണമെന്നാ പറയുന്നേ. നമ്മൾ ഇനി എന്ത് ചെയ്യും അമ്മേ? ഇത്രയും വലിയൊരു തുക നമ്മൾ ഇനി എവിടെ നിന്നുണ്ടാക്കും? ഇല്ലമ്മേ, ഹീരയുടെ കയ്യിൽ നിന്ന് ചിന്നുവിനെ രക്ഷിക്കാൻ നമുക്ക് കഴിയില്ല. അവളെ ഇനി ഒരിക്കലും നമുക്ക് കിട്ടില്ല. 50 ലക്ഷം രൂപയോ? എത്ര കഷ്ടപ്പെട്ടിട്ട് 25 ലക്ഷം രൂപ തന്നെ ഉണ്ടാക്കിയത്. ഇന്ന് രാത്രിക്ക് മുമ്പ് അത്രയും തന്നെ വേണമെന്ന് പറഞ്ഞാ അച്ഛാ, ഇനി എന്ത് ചെയ്യും? 25 ലക്ഷം രൂപ ഈ രാത്രിക്കകത്ത് ഉണ്ടാക്കണ്ടേ? അതാ പ്രശ്നം. നാളെ ഒരു ദിവസം കിട്ടിയിരുന്നെങ്കിൽ പ്രശ്നമില്ല, ബാങ്കിൽ നിന്ന് എടുക്കാമായിരുന്നു. ഇതിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം. മുറിയിൽ എന്റെ കുറച്ച് ഓർണമെന്റ്സ് കൂടി ഉണ്ട്. അത് എവിടെയെങ്കിലും കൊണ്ടുപോയി വിൽക്കാം. കടകളൊന്നും അടച്ചിട്ടുണ്ടാവില്ല. അത് വേണ്ടമ്മേ, അതോട്ടൊന്നും കാര്യമില്ല. 50 ലക്ഷം രൂപ എപ്പോഴാ കൊടുക്കേണ്ടത്? സമയം പറഞ്ഞു അവര്. 9 മണിക്ക് 9 മണിക്ക് മുമ്പ് കൊടുക്കണമെന്ന് അവര് പറയുന്നത്. അവര് വീണ്ടും വിളിക്കും. അവരിനി വിളിച്ചാലും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ. 25 ലക്ഷം രൂപ ഒപ്പിക്കാൻ നിങ്ങളൊക്കെ എത്ര പാടുപെട്ടതാ. ആ നിങ്ങൾ എങ്ങനെയാ 2 മണിക്കൂർ കൊണ്ട് 50 ലക്ഷം രൂപ ഉണ്ടാക്കുന്നത്? ചിന്നു എന്തായാലും തിരിച്ചു വരില്ല. ആ ആഗ്രഹം അങ്ങ് മറന്നേക്കുന്നത് തന്നെ ഏട്ടത്തി നല്ലത്. ഹീരാമേ, ഹീരാമേ. എന്താടാ പറ. ഹീരാമേ, മണി 8:30ആയി. 9 മണിയല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്ന സമയം? ചിന്നുമോളെ, മോള് പോവാൻ തയ്യാറെടുത്തിരിക്കയല്ലേ? സ്വാമി, ഇവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തോ? വേണ്ട, എനിക്കൊന്നും വേണ്ട. ഒന്നും വേണ്ടേ? അതെന്താ? അമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ടാണോ നിനക്ക് വിശപ്പില്ലാത്ത? ആ, അമ്മയെ കിട്ടിയാ നിനക്ക് പിന്നെ ഒന്നും വേണ്ടല്ലോ അല്ലേ? നമുക്ക് വേഗം പോവാ ഹീരാമേ. 9 മണി ആവാറായില്ലേ? പിന്നെന്താ, നമുക്ക് പോയിക്കളയാം. മോൾ എഴുന്നേക്ക്. ഹീരാമേ, വെറും 50 ലക്ഷം രൂപ വാങ്ങിയിട്ട് ഹീരാമ ഇവളെ അവർക്ക് കൊടുക്കാൻ പോവാണോ? ആ, അതേടാ സ്വാമി, എനിക്ക് അത്രയും പണം മതി. ഞാൻ പറഞ്ഞ പണം അവര് കൊണ്ടുവന്നാൽ ചിന്നുമോൾ അവർക്കൊപ്പം പൊയ്ക്കോട്ടെ. അത്യാഗ്രഹം നല്ലതല്ല, അത് നീ കേട്ടിട്ടില്ലേ? ഈ ഹീരാമ്മയ്ക്ക് ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. 50 ലക്ഷം രൂപ കിട്ടുമ്പോ എനിക്ക് സന്തോഷവും, അമ്മയെ തിരിച്ചു കിട്ടുമ്പോ ഹീരാമ്മയുടെ ചിന്നുമോൾക്ക് സന്തോഷവും. അല്ലേ ചിന്നുമോളെ? സ്വാമി, നീ ഇവൾക്ക് ഫോൺ കൊടുക്ക്. അവൾ അമ്മയെ വിളിച്ചിട്ട് വേഗം വരാൻ പറയട്ടെ. ഫോൺ പെട്ടെന്ന് വരണെന്ന് ഞാൻ അമ്മയെ വിളിച്ച് പറയാം. ഫോൺ തരാം. അതിനു മുൻപ് ഒരു ചെറിയ ജോലി കൂടി ബാക്കിയുണ്ട്. നിന്നോട് കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? എന്നിട്ട് എഴുതിയോ? അതൊക്കെ എപ്പോഴേ എഴുതി വെച്ചിരിക്കുക. എന്നാ അതിങ്ങ് എടുത്തോണ്ട് വാ. സ്വാമി, ഫോൺ അവൾക്ക് കൊടുക്ക്. മോളെ, ഹീരാമ്മ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ദാ, ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ? ഇത് ഇതേപടി ഫോണിലൂടെ പറയണം. മനസ്സിലായോ? എന്താ ഹീരാമേത്? അമ്മ എങ്ങനെ ഒറ്റയ്ക്ക് വരുന്നത്?
ഹീരാമ്മ പറഞ്ഞത് മോൾക്ക് മനസ്സിലായില്ലേ? കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട. ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് അതേപടി നീ ഫോണിൽ കൂടെ അങ്ങോട്ട് പറഞ്ഞാ മതി. വിളിക്കേ. മറ്റു വഴിയൊന്നുമില്ല. അവരെന്തായാലും വിളിക്കും. അപ്പൊ ഒരു ദിവസം കൂടി സമയം ചോദിക്കണം. അത് സമ്മതിക്കുകയാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഏട്ടാ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാ നിങ്ങൾ എല്ലാവരും എന്നോട് ദേഷ്യപ്പെടും. എന്നാലും ഞാൻ പറയുക, ഹീരയുടെ ഈ വിരട്ടലൊക്കെ കണ്ട് നിങ്ങൾ ആരും പേടിക്കരുത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം അവര് ചോദിച്ചത് 25 ലക്ഷം രൂപയാ. കഷ്ടപ്പെട്ട് എല്ലാവരും കൂടെ അത് ഒപ്പിച്ചപ്പോഴേക്കും ഹീര അത് മാറ്റി 50 ലക്ഷം ചോദിച്ചു. 50 ലക്ഷം രൂപ നമ്മൾ കൊടുക്കാന്ന് സമ്മതിച്ചാലേ ഹീര ഉറപ്പായിട്ടും 1 കോടി രൂപ ചോദിക്കും. എടുത്തു കൊടുക്കാൻ പറ്റുമോ? ഇതിനേക്കാളൊക്കെ നല്ലത് എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കുക. പിന്നെയെല്ലാം പോലീസുകാര് നോക്കിക്കോളും. അയ്യോ വേണ്ട, പോലീസിനെ അറിയിക്കണ്ട. പോലീസിനെ അറിയിച്ച ഹീര എന്റെ ചിന്നുവിന് എന്തെങ്കിലും ചെയ്യും. അമ്മേ പറ അമ്മേ. അതെ, അനു പറഞ്ഞതാ ശരി. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അത് ചിന്നുവിനൊരു ദോഷമാകരുത്. അമ്മേ, ഇനി നമ്മൾ എന്താ അമ്മേ ചെയ്യേണ്ടത്? നിങ്ങളോടൊക്കെ ഞാൻ എന്താ പറയണ്ടേ? ഇതൊക്കെ ആ പെണ്ണ് ഹീരയും ചേർന്നുള്ള കളികൾ തന്നെയാ. അവൾ എവിടെയോ ഒളിച്ചിരുന്നിട്ട് പണം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതാ സത്യം. ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങളൊക്കെ എന്തിനാ ഏട്ടത്തി അവൾക്ക് വേണ്ടി ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നിങ്ങൾ എല്ലാവരും ആ പെണ്ണിനെ വിശ്വസിച്ചു. അതാ നിങ്ങൾ ചെയ്ത തെറ്റ്. അവള് കള്ളിയാ, പേരും കള്ളി. നമ്മുടെ കുടുംബം മുടിപ്പിക്കാനാ അവള് നോക്കുന്നത്. അത് മനസ്സിലാക്കാതെ ഇങ്ങനെ കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കല്ലേ. അവൾ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. മിണ്ടി പോരുത്. നിന്നെ പോലെ ഇത്ര നേരും നെറിയും കെട്ട ഒരുത്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നീ എന്താടി എന്നെ പറ്റി വിചാരിച്ചത്? ഞാനൊരു മണ്ടനാണ്. നീ ഈ കാട്ടിക്കൂട്ടുന്ന തോന്നിയാസങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? പലതവണ തെറ്റുകൾ ചെയ്തിട്ടും ഒരിക്കൽ പോലും നിനക്ക് ഞാനായിട്ടൊരു ശിക്ഷ തന്നിട്ടില്ല. എന്താ കാരണമെന്നറിയോ? നീ എന്റെ കൂടപ്പുറപ്പായി പോയതുകൊണ്ട്. ആ സെന്റിമെന്റ്സ് ചൂഷണം ചെയ്യാനാണ് നിന്റെ ഭാവമെങ്കിൽ അതൊക്കെ മറന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി നിന്നോളാം. ജഡ്ജി സാറേ, കൊള്ളേട്ട, എനിക്ക് സന്തോഷായി. എവിടുന്നോ വന്ന ഒരു തെരുവ് പെണ്ണിന് വേണ്ടി ഏട്ടൻ എന്നെ. തെരുവ് വേണോ? ചിന്നുവിനെയാണോ നീ തെരുവ് വേണമെന്ന് വിളിച്ച്? അവള് തെരുവ് വേണമെങ്കിൽ പിന്നെ നീ ആരാ? എന്താ ഏട്ടൻ പറഞ്ഞത്? അതെ, ഇത് നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. ദീപുവിന് അവന്റെ അച്ഛനെ നഷ്ടപ്പെടുത്തിയതാരാ? നിന്റെ ഉപദ്രവങ്ങൾ സഹിക്കാൻ വയ്യാതെയല്ലേ പ്രഭാകരൻ മരിച്ചത്? അല്ലെന്ന് നിനക്ക് എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ? സ്വന്തം ഭർത്താവിന്റെ ജീവൻ എടുത്തിട്ട് ഈ വീടിന്റെ പടിവാതിക്കൽ വന്ന് ഭിക്ഷയച്ചൊക്കെ നീ അത്ര പെട്ടെന്ന് അങ്ങ് മറന്നുപോയോ? അന്ന് നിനക്കും നിന്റെ മകനും തലയാക്കാൻ ഈ വീടിന്റെ ഏതെങ്കിലും ഒരു മൂല മാത്രമായിരുന്നു നിന്റെ ആവശ്യം. അന്ന് നീ എന്റെ മുമ്പിൽ തൊഴുതു പിടിച്ച് കരഞ്ഞ് പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോഴും എന്റെ കാതിലുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ചിന്നു എന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അവളെല്ലാം ഇങ്ങോട്ട് തന്നിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു കുട്ടിയെ നീ തെരുവ് വേണ്ടെന്ന് വിളിച്ചത്. എന്റെ മുഖത്ത് നോക്കി ഇത്രയൊക്കെ പറയാൻ ഏട്ടൻ എങ്ങനെ കഴിഞ്ഞു? ഏട്ടന്റെ മനസ്സില് ചിന്നുവിന്റെ അത്ര സ്ഥാനം പോലും എനിക്കില്ലല്ലോ. നീയുമായിട്ട് ചിന്നുവിനെ താരതമ്യം ചെയ്യില്ലേ അംബികെ? ഞങ്ങളുടെയൊക്കെ മനസ്സില് ആ കുട്ടിയുടെ സ്ഥാനം ഒരുപാട് മുകളിലാ. അതൊന്നും നിനക്ക് പറഞ്ഞ മനസ്സിലാവണമെന്നില്ല. മതിയായി ഏട്ടത്തി, എനിക്ക് മതിയായി. ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല. ഒരു നിമിഷം മുൻപ് ഞാൻ എന്റെ മോനെ കൊണ്ട് പോവും. അപ്പച്ചി, എന്തൊക്കെയാ പറയുന്നത്? എന്നെ തടയാൻ നോക്കണ്ട. നിനക്ക് പോകണമെങ്കിൽ പോകാം. ആരും ഇവിടെ തടയാൻ പറ്റില്ല. പക്ഷെ ദീപുവിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അവനവിടെ തന്നെ നിൽക്കും. അങ്ങനെ പറയില്ല അച്ഛാ. അപ്പച്ചി ഇവിടെ ഇറങ്ങി എങ്ങോട്ട് പോവാനാ? വേണ്ട, അമ്പികയ്ക്ക് വേണ്ടി നീ വാദിക്കാൻ വരണ്ട. അച്ഛാ, ചിന്നുവിന്റെ കാര്യത്തെ പറ്റി ഒന്ന് ഓർത്തു നോക്ക്. ഇനി അധികം സമയമില്ല. നമ്മൾ ഇനി എന്ത് ചെയ്യും? ഈ അവസാന നിമിഷം ആരാ നമ്മളെ സഹായിക്കുന്നത്?